ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു 5 എക്സാമുകളും കഴിഞ്ഞു. ഇനി 3 എക്സാം ഉണ്ട്. അപ്പോൾ ഇനിയുള്ള എക്സാം അക്കൗണ്ടിങ് ആണ്. അപ്പോൾ നമുക്ക് 2 ദിവസം ലീവ് കിട്ടിയോണ്ട് നമ്മളിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. 2 പിള്ളേരുടെ ഉമ്മായും കൂടി ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ കാര്യങ്ങളും നോക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഐഷു വരുന്നുണ്ട്, തമീമ അതിൻ്റെ ഇടയ്ക്ക് വീണിട്ട് കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പഠിച്ചത് ഇവിടെ നിർത്തിയിട്ട് തമീമിനെ കൊണ്ട് പുറത്തൊന്ന് പോയി. പിന്നെ നമ്മുടെ വീട്ടിലൊന്ന് പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ ഐശ്വര്യയോടെ സൈഡാക്കിയിട്ട് പയ്യെ തമിഴിനെ കൊണ്ട് ഇറങ്ങി. അങ്ങനെ പോണ വഴിയിൽ നമ്മൾ റോഡ് പണിയൊക്കെ നടക്കി, ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായി അവിടെ. അങ്ങനെ അവിടെ നിന്ന് പയ്യെ സ്കൂട്ടായി നേരെ പോയി നമ്മുടെ വീടെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. ചെടിക്ക് വെള്ളം ഒഴിക്കാനായിരുന്നപ്പോഴാണ് കുറച്ചധികം ദിവസം ഇങ്ങോട്ട് വന്നിട്ട് അപ്പോഴാണ് നമ്മൾ കണ്ടത് നമ്മുടെ മാവിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമായിട്ട് ഉണ്ടാവുന്നത്. ആദ്യം നമുക്കൊരു 3 മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഒരു 3-4 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു, കുറേ ഉണങ്ങിയൊക്കെ പോയി. നമ്മളിവിടെ നിൽക്കാത്തതുകൊണ്ട് തന്നെ കുറേ ചെടിയൊക്കെ അങ്ങനെ പോയിട്ടോ. കുറേ എന്ന് പറയാനില്ല, കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ പോയി. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് വന്നു. കറണ്ട് ബില്ലല്ല, വാട്ടർ ബില്ല് വന്ന് കിടക്കണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറി. എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ മെയിനായിട്ടും കുറേ നാളായി വന്നിട്ട് എക്സാമൊക്കെ ആയതുകൊണ്ട് വീട്ടിലേക്ക് വരല് കുറവാണ്. അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ വെള്ളമുണ്ട്, അത് സമാധാനത്തിന് കുറച്ച് വെച്ചേക്കാം. പിന്നെ നമ്മുടെ ഒരു ശീലമല്ല വന്നതിൻ്റെ ഫ്രിഡ്ജിലൊന്നും ഇല്ലെങ്കിൽ തുറന്നു നോക്കാമെന്നുള്ളത്. തുറന്നു നോക്കി ആസ് യൂഷ്വൽ ഒന്നും തന്നെ ഇല്ല. സത്യത്തിൽ അടിയിലും ഒന്നുമില്ല കേട്ടോ. ഈത്തപ്പഴം ഇരിക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. നമ്മൾ നേരെ ഇതാണ് നമ്മുടെ കട. നമ്മളിവിടെ ഉള്ളപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങണത് ഇവിടെ നിന്നാട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് അവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുകയാണ് ആ പള്ളിയിൽ. പിന്നെ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയത് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ലായക്ക്, അതായത് മുഹമ്മദ് ലായക്ക്, നമ്മുടെ വീട്ടിലെൻ്റെ ഇത്താടെ ഇളയ കൊച്ച് അവൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ നമുക്കൊരു പാട്ടൊക്കെ പാടുത്തുന്നു. അപ്പോൾ ആ പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ നമ്മുടെ പാട്ടും ബഹളമൊക്കെ കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞാൽ രാത്രി പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് പിള്ളേരെ കയറ്റിക്കെടുത്തി ഉറക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും വന്നിട്ട് പഠിക്കാനായിരുന്നു. കാരണം പിറ്റേന്ന് എക്സാം, ഉച്ചയുടെ എക്സാം ആട്ടോ. അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന മൊഡ്യൂൾ. അതായത് ഞാൻ ഓൾറെഡി ഇന്നലെ ശനിയാഴ്ച കുറച്ച് പഠിച്ചു. പിന്നെ ഞായറാഴ്ച ബാക്കി ഫുൾ മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാണ് എക്സാം. അപ്പോൾ രാവിലെ തിയറി പഠിക്കാമെന്ന് ഓർത്തു. അപ്പോൾ തിയറി ഉണ്ട്, ഒരു 40% തിയറിയും വരും, 60% പ്രോബ്ലം വരും. അപ്പോൾ ഞാൻ 5 മൊഡ്യൂളിലെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് രാത്രി ഇരുന്ന് പഠിച്ചു. അങ്ങനെ പഠിക്കണതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു 11:30 വരെ, ഒരുപാട് രാത്രിയായിട്ട് ഇരുന്നില്ല, കാരണം എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 11:30 വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇതൊക്കെയുള്ള ഇതിനകത്ത് ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാറ്. പിള്ളേരുള്ള ടൈമിലും പിന്നെ പിള്ളേരില്ലാത്ത ടൈമിൽ സ്കൂളിൽ പോകുമ്പം ആ ഒരു ടൈം ടേബിൾ വയ്ക്കും. പിള്ളേരുള്ള ടൈമിൽ ഇങ്ങനെയൊക്കെയാണ്.